This is my gift. Thank you. ശരിക്കും അതിന് ക്ലോസ് ആണെങ്കിൽ നമ്മൾ പ്ലാൻ എന്താ പറയുക ചേഞ്ച് ചെയ്യും. എന്താ പറയുക സ്റ്റേറ്റ് ദുബായ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടൊരു അടുത്തൊരു കഫേയിൽ വന്നിട്ടാണുള്ളത്. ഞാൻ ഈ ഒരു വൈറ്റ് ഡ്രസ്സാണ് വെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്ന് എനിക്ക് ഓഫാണ്, വിഷ്ണുവിന് പക്ഷേ വർക്ക് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം വിഷ്ണു വർക്കിന് പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ നോക്കിയിട്ട് പിന്നെ ഈവനിങ് എന്തെങ്കിലും ചെയ്യലായിരിക്കും. സോ വർക്കില്ല, എനിക്ക് പോകണ്ടേ പെട്ടെന്ന്. അപ്പോൾ എന്താ ചെയ്യാം? വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദുബായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നേ. കഫേയിലെത്തി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഫേയാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് പിങ്ക് കളറാണ്, കണ്ട. ഫുൾ ഈ സൈഡ് പിങ്ക്, പിന്നെ ഇടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് ഗ്രീനറീസ് ഉണ്ട്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് പിങ്കാണ്. അപ്പോൾ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ട്.
വിഷ്ണുവിന് വർക്കുള്ളതുകൊണ്ട് വിഷ്ണു വേഗം പോണം. Anu, I have something for you. ഇങ്ങ് വാ. ശരിക്കും ഓപ്പൺ ചെയ്. എല്ലാം പിങ്കാണല്ലോ. വെറുതെ ഓപ്പണല്ലേ. കണ്ടോ എന്നാ നോക്കുന്നേ? വാ 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 വാ. യെസ്. വെൽക്കം. Take care. Tata. Tata. Miss you. Tata. ആയിട്ടുള്ള ബർത്ത്ഡേ ആയിരുന്നു. ഐ മീൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലെല്ലാം പിങ്ക് 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 കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, ഒന്നും കഴിച്ച് തീർക്കാൻ പറ്റിയിട്ടില്ല. ഈ അങ്ങനെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് എനിക്കന്ന് എല്ലാവരും ഒരു ഈവനിങ് വരെ ഉണ്ടായിരുന്നു. വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒരു ഈവനിങ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അവർ 2 ദിവസം കഴിഞ്ഞിട്ട് ബഹ്റൈനിലേക്ക് വർക്കിന് പോകുന്നു. അപ്പം അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലാത്ത ബർത്ത്ഡേ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഐ അപ്പുറത്തെ വീട്ടിലെ കുട്ടി സ്റ്റിൽ ഐ എൻജോയ്ഡ് എ ലോട്ട്. ആൻഡ് എൻ്റെ ബർത്ത്ഡേ മെയിലായത് കാരണം എപ്പോഴും പാലക്കാട് നിന്നാണ് ഉണ്ടാവുക. കാരണം വെക്കേഷൻ ഉണ്ടാകുന്ന ടൈമിൽ എപ്പോഴും അങ്ങോട്ടേക്ക് പോകാറുണ്ടല്ലോ. അങ്ങനെയായിരുന്നു സ്കൂൾ ഡേയ്സിനൊക്കെ ഉണ്ടാവാറ്. പിന്നെ കോളേജിലെത്തിയതിന് ശേഷമാണ് കുറഞ്ഞത്. വർക്കിന് അതിന് ശേഷം പിന്നെ അങ്ങനെ ഒരുപാട് സെലിബ്രേഷനൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ എനിക്കൊന്നും വെക്കേഷൻ ടൈമിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഭയങ്കര സെലിബ്രേഷൻ ആയിരിക്കും. വിഷ്ണുവിന് റീസെൻ്റ്ലി ഈ വീക്ക് ഉണ്ടായ പ്രോജക്റ്റ് ഷെർലറ്റ് ടിൽബറിൻ്റെ ആയിരുന്നു. അപ്പം എനിക്കിങ്ങനെ വീഡിയോസും ഫോട്ടോസും, അവർ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യായിരുന്നു. അപ്പം എനിക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ അയച്ചു തരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളിങ്ങനെ ഈ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് മോളിൽ പോയപ്പോഴാണ് ഇവർ ആക്ച്വൽ ഷോറൂമിൻ്റെ പുറത്ത് ഇതിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ട് കാണുന്നത്. അവർ പുതിയ ലോഞ്ചാണല്ലോ. മറ്റേ ഒരു പിങ്ക് കളർ പെർഫ്യൂം കണ്ടപ്പം ഭയങ്കര ക്യൂട്ടായിരുന്നു. അപ്പം വെറുതെ ഞാൻ പറഞ്ഞു. പക്ഷേ he actually bought it for me. ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എൻ്റെ ബർത്ത്ഡേ 27th മെയ് ആണ്. അപ്പോൾ 26th വിഷ്ണുവിന് ബഹ്റൈനിലോട്ടേക്ക് 1 വീക്ക് വർക്കിന് വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേക്ക് അപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ബർത്ത്ഡേൻ്റെ ഡേ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് ബോക്സ് തന്നിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ചെയ്തപ്പം നല്ലൊരു വാച്ച് കണ്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു സോ മച്ച് വിഷ്ണു ഫോർ ദിസ്. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഭയങ്കര മെമ്മറബിളാണ്. ഇത്ര ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ആൻഡ് ഓൾസോ എനിക്ക് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് അങ്ങനെ എന്താ പറയുക, ഭയങ്കര സൗണ്ട് ഒച്ചപ്പാടൊന്നും വേണമെന്നുണ്ടായിരുന്നില്ല. എനിക്ക് പീസ്ഫുള്ളായിട്ട് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. പീസ്ഫുള്ളായിട്ട് നോർമലായിട്ടുള്ള ഡ്രസ്സ് അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സ്, ഒരു ഷൂ, അടുത്തുള്ള നോർമൽ ഒരു കഫേയിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ട് വന്നു. ഞാൻ ഭയങ്കര ഞാൻ പറഞ്ഞ പീസ്ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ടുള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു ഇപ്രാവശ്യം. യെസ്, അപ്പം അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എനിക്കിന്ന് ഓഫാണ്. നാളെ ഈവനിങ് എനിക്ക് എന്താ ഫ്ലൈറ്റില്ല. എനിക്കൊന്നും കൈറോ ഫ്ലൈറ്റാണ്. കൈറോ ഫ്ലൈറ്റ്, അത് കഴിഞ്ഞിട്ട് കാലിക്കറ്റ് 2 ദിവസം ഓഫ്, പിന്നെ 2 ദിവസം അഗെയിൻ ഫ്ലൈറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നതാണ്. യെസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.